ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അബ്രോഡ് കൺട്രീസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. എസ്പെഷ്യലി കാനഡ ആൻഡ് UK. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, അതായത് നമ്പർ ഓഫ് ബാക്ക്ലോഗ്സും ഇയർ ഗ്യാപ്സും ഉണ്ട് എങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് നമുക്കിന്നിവിടെ ചെക്ക് ചെയ്യാം. കാനഡ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാനഡ ആകുമ്പോൾ നമുക്ക് കോളേജ് ലെവലിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെവലിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് പാസ്പോർട്ടാണ്, അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റാണ്. നമ്മളിപ്പോൾ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിനോ ബാച്ചിലർ പ്രോഗ്രാമിനോ ആണ് അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് 10th and 12th സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ നമ്മളൊരു PG പ്രോഗ്രാമിനോ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനോ ആണ് അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ്, ഇൻഡിവിജ്വൽ മാർക്ക് ഷീറ്റും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. മറ്റൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് IELTS സ്കോർ കാർഡ്. IELTS ഇല്ലാതെ മറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് യൂസ് ചെയ്തും സ്റ്റുഡൻസ് ഓഫർ എടുക്കാറുണ്ട്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി, കാനഡ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഒന്ന് റെഫറൻസ് ലെറ്റേഴ്സ്. ബോത്ത് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ റെഫറൻസ് ലെറ്റേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റെഫറൻസ് ലെറ്റേഴ്സിൽ റഫറി ഡീറ്റെയിൽസ്, ഡെസിഗ്നേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ഡീറ്റെയിൽഡ് റെസ്യൂം. നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും ഡീറ്റെയിൽഡ് ആയിട്ട് റെസ്യൂമിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. നമ്മൾ വിസയ്ക്ക് വയ്ക്കുന്ന അതേ ടൈപ്പ് SOP തന്നെ ആപ്ലിക്കേഷൻ ടൈമിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ നമുക്ക് ആവശ്യം വന്നേക്കാം. യൂണിവേഴ്സിറ്റി ലെവൽ ആപ്ലിക്കേഷൻസിൽ എല്ലാം മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇത് മൂന്നും. അതുപോലെ തന്നെ നമ്മൾ കോളേജ് ലെവലിൽ, കാനഡ കോളേജ് ലെവലിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിലും ചില പ്രോഗ്രാംസിന് ഈ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ചോദിച്ചേക്കാം. കാനഡ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് എലിജിബിലിറ്റിയാണ്. എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിൽ അഡീഷണൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് കൂടിയുണ്ട്. നമുക്കിപ്പം പെർസെൻറ്റേജ് വൈസ് നോക്കിയാലും അല്ലെങ്കിൽ IELTSൻ്റെ കേസ് നോക്കിയാലും നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ സ്കോർ നമുക്ക് വേണം യൂണിവേഴ്സിറ്റി ലെവലിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കോളേജ് ലെവലിലാണെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ് മതിയാകും. IELTSൻ്റെ കേസിലാണെങ്കിലും അതല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കേസിലാണെങ്കിലും പെർസെൻറ്റേജ് വൈസ് ആണെങ്കിലും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാല്യൂ ആണ്. ഇപ്പം വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ നമ്മൾ ഓഫർ കിട്ടുകയാണെങ്കിൽ അതൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് കോളേജിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലെവലാണ് നമ്മൾ കിട്ടുന്നത്. അപ്പം വാല്യൂവിൻ്റെ ഇതിലും നമ്മുടെ കോളേജ് ലെവലിലാണെങ്കിലും യൂണിവേഴ്സിറ്റി ലെവലിലാണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് കോസ്റ്റാണ്. ഇപ്പോൾ കോസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ കോളേജിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ട്യൂഷൻ ഫീസിൻ്റെ കേസിൽ കുറച്ച് ഒരു എമൗണ്ട് കൂടുതലാണ്, കോളേജ് ലെവലിൽ കുറവാണ്. അതുപോലെ തന്നെ ഓഫർ റിസീവ് ആവുന്ന ടൈമും യൂണിവേഴ്സിറ്റി ലെവലിൽ ഓഫർ റിസീവ് ആവാനായിട്ട് കുറച്ച് ഡിലേ എടുക്കും. ഓഫർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വരും. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും യൂണിവേഴ്സിറ്റി ലെവൽ ഓഫ് ആപ്ലിക്കേഷനിൽ. കോളേജ് ലെവലിൽ അങ്ങനെയൊന്നും വരുന്നില്ല, നമ്മൾ കൊടുക്കുന്ന സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ് തന്നെ മതിയാവും. നെക്സ്റ്റ് UK റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കാനഡ ലിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ് 10th 12th ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ്. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് അപ്ഡേറ്റഡ് റെസ്യൂം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്യൂമാണ് UK ആപ്ലിക്കേഷന് വേണ്ടത്. കാനഡയിൽ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇയർ ഗ്യാപ്പ് വരാൻ പാടില്ല. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്യാനായിട്ട് UK ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റെഫറൻസ് ലെറ്റേഴ്സ്, അതും കാനഡയിലെ പോലെ തന്നെ അക്കാഡമിക് റെഫറൻസും വേണം, പ്രൊഫഷണൽ റെഫറൻസും വേണം. അതുപോലെ തന്നെ റഫറി ഡീറ്റെയിൽസ്, ഡെസിഗ്നേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലെറ്റർ ഹെഡിലായിരിക്കണം ആ ഒരു റെഫറൻസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. കാനഡ ആപ്ലിക്കേഷനേക്കാളും നമ്മുടെ റെഫറൻസ് ലെറ്ററും അതുപോലെ തന്നെ SOPയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് UK സെക്ഷനിൽ UK ആപ്ലിക്കേഷനിൽ വരുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് IELTS. IELTS ഇല്ലാതെയും
യു കെയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ബാച്ചിലർ പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിൽ +2 ഇംഗ്ലീഷ് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഓഫർ എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മറ്റൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. അപ്പോൾ നമ്മൾ കാനഡയുടെ സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ യു കെയിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് SOP. നമ്മൾ എടുക്കുന്ന കോളേജിനെയും അതുപോലെ തന്നെ പ്രോഗ്രാമിനെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം നമ്മുടെ SOP. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, നമ്മൾ ഇയർ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഇയർ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് SOPയിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയും ഡോക്യുമെൻ്റാണ് യു കെയിൽ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ്. നെക്സ്റ്റ് ബാക്ക്ലോഗ്സ് ആണ്. ബാക്ക്ലോഗ്സ് കാനഡയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ബാക്ക്ലോഗ്സിനെ ബേസ് ചെയ്ത് നമുക്ക് 3 ലെവലിലായിട്ട് ബാക്ക്ലോഗ്സിനെ നമുക്ക് തിരിക്കാം. ഫസ്റ്റത്തേന്ന് പറയുന്നത് 4 to 8 ബാക്ക്ലോഗ്സ് വരെയുള്ളവർക്കാണ്. അപ്പോൾ ഇവർക്കെന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് കോളേജസിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇവർക്ക് വെറൈറ്റി ഓഫ് ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും, എല്ലാ കമ്മ്യൂണിറ്റി കോളേജസിലും ഈ ഒരു ഗ്രൂപ്പുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 8 to 15 ബാക്ക്ലോഗ്സ് വരെയുള്ളവർക്കാണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പുകാർക്ക് ഹയർ റാങ്കിലുള്ള കമ്മ്യൂണിറ്റി കോളേജസിലെല്ലാം ഓഫർ കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസിലെല്ലാം ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 15 or above ബാക്ക്ലോഗ്സ് ഉള്ളവർക്കാണ്. ഇവർക്കെന്ന് പറയുന്നത് ഇൻ കേസ് ഓഫർ കിട്ടിയാലും വിസയുടെ കേസിൽ റിസ്ക് വന്നേക്കാം. ഓക്കെ, യൂണിവേഴ്സിറ്റി ലെവലിൽ ബാക്ക്ലോഗ്സിനെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 or 2 ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ കൂടിയും അത് ഓഫർ കിട്ടാനായിട്ട് ഇഷ്യൂ വന്നേക്കാം. യൂണിവേഴ്സിറ്റി ലെവലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം. ബാക്ക്ലോഗ്സിൻ്റെ കേസിലാണെങ്കിലും ഇയർ ഗ്യാപ്പിൻ്റെ കേസിലായാലും അത്രത്തോളം നമ്മുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ബാക്ക്ലോഗ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന കാനഡയിലെ കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കൊണസ്റ്റോഗയാണ്. കൊണസ്റ്റോഗ കോളേജ് ഒൻറ്റാരിയോ പ്രൊവിൻസിലുള്ള അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കോളേജാണ്. 15 ബാക്ക്ലോഗ്സ് വരെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സസ്കാച്ചുവൻ പോളിടെക്നിക്. സസ്കാച്ചുവനാണ് പ്രൊവിൻഷ്യ വരുന്നത്. അപ്പം ഇവിടെയും ബാക്ക്ലോഗ്സും അതുപോലെ ഇയർ ഗ്യാപ്പും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് സെൻറ്റ് ക്ലെയർ ആണ്. സെൻറ്റ് ക്ലെയർ കോളേജ്, ഇതും ഒൻറ്റാരിയോ പ്രൊവിൻസിലാണ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം ബാക്ക്ലോഗ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അസൻഡ ബിസിനസ് സ്കൂളാണ്. വാൻകൂവറിലാണ് വരുന്നത്. ഇതും നല്ലൊരു ഓപ്ഷനാണ് ബാക്ക്ലോഗ്സ് ഉള്ളവർക്ക്. കാനഡയെ ബേസ് ചെയ്ത് യു കെയിൽ കുറച്ചുകൂടി ബാക്ക്ലോഗ്സ് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലൊന്നും ബാക്ക്ലോഗ്സിന് ലിമിറ്റേഷൻസ് അവർ പറയുന്നില്ല. അത്യാവശ്യം ബാക്ക്ലോഗ്സ് ഉള്ള കുട്ടികൾക്കെല്ലാം യു കെയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. യു കെ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ബാക്ക്ലോഗ്സിൻ്റെ കേസ് പോലെ തന്നെയാണ് ഇയർ ഗ്യാപ്പിൻ്റെ കേസും. ഇയർ ഗ്യാപ്പും ഇതുപോലെ തന്നെയാണ്. അധികം ലിമിറ്റേഷൻസ് യൂണിവേഴ്സിറ്റീസ് തരുന്നില്ല. യു കെയിൽ 10 ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ്, USW. അതുപോലെ തന്നെ നോർത്തംബ്രിയൻ യൂണിവേഴ്സിറ്റി. നോർത്തംബ്രിയൻ യൂണിവേഴ്സിറ്റിയിൽ 15 ഇയർ ഗ്യാപ്പ് വരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയർ ഗ്യാപ്പിൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പം കുട്ടിയുടെ പെർസെൻറ്റേജ് ഇപ്പം ആഫ്റ്റർ 12th ആണെങ്കിൽ പെർസെൻറ്റേജ് വൈസ് കുറച്ച് ലോ ആണെങ്കിൽ പോലും, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലോ ആണെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന യൂണിവേഴ്സിറ്റീസാണ് ഇത് രണ്ടും. കാനഡയിലെ സ്റ്റഡി ഗ്യാപ്പ് അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ 2 ഇയർ ഗ്യാപ്പാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ ഡിഗ്രിയോ അതുപോലെ തന്നെ മാസ്റ്റേഴ്സോ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ 5 ഇയർ ഗ്യാപ്പാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുവെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് കൂടി അറേഞ്ച് ചെയ്തിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി പ്രോഗ്രാം റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആണ്, എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കുന്നതോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി അറേഞ്ച് ചെയ്യണം വിസയുടെ പർപ്പസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 5 ഇയർ ഗ്യാപ്പിൽ കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈൽ 5 ഇയർ ഗ്യാപ്പിൽ കൂടുതലാണെങ്കിൽ അത് വിസയുടെ കേസിൽ കുറച്ച് റിസ്ക് നയിക്കാം. അതുപോലെ തന്നെ നമ്മൾ SOP സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇയർ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.